നമസ്കാരം. കേരള സമ്മിറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനം ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മുറുകുമ്പോൾ വിഷയങ്ങൾ എമ്പാടുമുണ്ട്. അതിൽ ഗൗരവമൊട്ടും ചോരാത്തൊരു വിഷയമാണ് സ്ത്രീ പ്രാതിനിധ്യം എന്നത്. സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച്, തുല്യതയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന പാർട്ടികൾ, പ്രധാനപ്പെട്ട മുന്നണികൾ, ഇവരൊന്നും തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഘട്ടത്തിൽ ഈ തുല്യതയെക്കുറിച്ച് ആലോചിച്ചതേയില്ല. രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ എടുത്താലും ഇവയിൽ ഓരോയിടത്തും 10% മാത്രമാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം. അതിൽ തന്നെ ജയിക്കുമെന്ന് ഉറപ്പുള്ള എത്ര സീറ്റുകൾ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട്, മത്സരിക്കാനുള്ള സാധ്യത കിട്ടിയിട്ടുണ്ട് എന്ന ചോദ്യവും പ്രസക്തമാണ്. ഈ വിഷയം ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണ് കേരള സമ്മിറ്റ്. ഇന്ന് മത്സരവും അധികാരവും, ആണുങ്ങളുടെ മാത്രം കളിയും. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീമതി ജാനമ്മ കുഞ്ഞുണ്ണി, CPIഎമ്മിൻ്റെ പ്രതിനിധിയാണ് കോഴിക്കോട് നിന്ന്. ഡോക്ടർ ഹരിപ്രിയ, AICC അംഗം. ശ്രീമതി P. ഗീത, സാമൂഹ്യ പ്രവർത്തക. ശ്രീമതി നുസ്രത് ജഹാൻ, കോഴിക്കോട് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഒരു കൂട്ടം പ്രേക്ഷകരും ഈ ചർച്ചയുടെ ഭാഗമാകാൻ നമ്മോടൊപ്പം കേരള സമ്മിറ്റൊപ്പം ചേരുന്നു. ആദ്യം ശ്രീമതി ഹരിപ്രിയ, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചപ്പോഴെല്ലാം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ സ്ത്രീ സംവരണത്തിന് വേണ്ടിയുള്ള ബിൽ കൊണ്ടുവരും, തൊഴിൽ രംഗത്ത് സ്ത്രീകൾക്ക് ആവശ്യമായ പങ്കാളിത്തം ഉറപ്പാക്കും, അങ്ങനെ സ്ത്രീകളെ എല്ലായിടത്തും തുല്യമായി പരിഗണിക്കുന്ന നയമുള്ള ഒരു സർക്കാരായിരിക്കും ഈ സർക്കാർ എന്നാണ് വലിയ കയ്യടി കിട്ടിയതിന്. പക്ഷെ അതിനുശേഷം വന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആകെ ഉണ്ടായിരുന്നത് 10% സ്ത്രീ പ്രാതിനിധ്യമാണ്. അഫ്ഗാനിസ്ഥാനിൽ പോലും 27% ഉള്ളപ്പോഴാണ് നമ്മൾ ഏറ്റവും പിന്നിൽ നിൽക്കുന്നതെന്ന് അവകാശപ്പെടുന്ന, ആരോപിക്കുന്ന രാജ്യത്ത് ഇവിടെ 10% ഉള്ളൂ. ഈ മാറിയ കാലത്തും സ്ത്രീകൾക്ക് വിജയിക്കുന്ന സീറ്റുകൾക്ക് സാധ്യത കൊടുത്ത് അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഓൾമോസ്റ്റ് എല്ലാ മണ്ഡലങ്ങളിലേക്കും ഞങ്ങൾ വനിതകളെ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും സ്ഥാനാർത്ഥികളാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുമാത്രമല്ല, വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ള സ്ഥിരം ആരോപണം നമുക്ക് ഈ പ്രാവശ്യം പറയാൻ കഴിയില്ല. ആലപ്പുഴ പോലെ KC വേണുഗോപാൽ മത്സരിച്ച് വിജയിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു മണ്ഡലം ഷാനിമോൾ ഉസ്മാന് കൊടുക്കുകയാണ്. ആലത്തൂർ എന്ന് പറയുന്ന സീറ്റിൽ മത്സരിക്കുന്ന രമ്യ ഹരിദാസ് ഇപ്പോൾ അവിടെ ഒരു സ്റ്റാറായി മാറിയിരിക്കുകയാണ്. അത് നമുക്കറിയാം. അത്തരത്തിൽ 2 സീറ്റുകൾ, വിജയസാധ്യത ഏറെയുള്ള 2 സീറ്റുകൾ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി 2 വനിതാ സ്ഥാനാർത്ഥികൾക്ക് കൊടുത്തത്. നമ്മളെ സംബന്ധിച്ച് കൂടുതൽ സീറ്റ് നൽകപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഒരു ആവശ്യകത ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആവശ്യം നിലനിൽക്കുക തന്നെയാണ്. ഈ 2 സീറ്റുകളും, ലഭിച്ച 2 സീറ്റുകളിലും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആലപ്പുഴയുടെ കാര്യത്തിൽ എനിക്ക് വേറെ വാദങ്ങളുണ്ട്. ആലപ്പുഴ KC വേണുഗോപാൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാനിമോൾ ഉസ്മാൻ ഏറ്റവും അവസാനം അവിടെ വരികയാണ്. വടകരയിൽ പോലും ബിന്ദു കൃഷ്ണയോട് മത്സരിക്കുമോ എന്ന് ചോദിക്കുന്നത് അവിടെ മത്സരിക്കാൻ വേറെ ആരും ഇല്ലാത്ത ഒരു നില വരുമ്പോഴാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുള്ള വസ്തുത തന്നെ. പക്ഷെ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവണമല്ലോ. തീർച്ചയായിട്ടും. അതായത് ആണുങ്ങളാണ് ഇത് തീരുമാനിക്കുക, അവർക്കാണ് പ്രാതിനിധ്യം കൂടുതൽ ഉണ്ടാവുക, അവർക്ക് സൗകര്യവും സമയവും ഉണ്ടെങ്കിൽ നിങ്ങളെ പരിഗണിക്കുമെന്നാണ് ഇപ്പോഴും കോൺഗ്രസിനകത്ത് നില. അല്ല, അത് നമ്മുടെ സാമൂഹ്യമായ നിലപാടുകൾ, പൊതുസമൂഹം എടുക്കുന്ന നിലപാടുകൾ, അത് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പ്രതിഫലിക്കുന്നത്. അപ്പോൾ പൊതുസമൂഹം എങ്ങനെയാണോ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിയമത്തിലൂടെ തന്നെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നുള്ള ഒരു ശഠിക്കുന്നത്, ഞങ്ങൾ ശഠിച്ചു പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾക്ക് കയ്യടി കിട്ടുന്നത്. രാഹുൽ ഗാന്ധിക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യാതിരിക്കുക, അദ്ദേഹം നിയമം കൊണ്ടുവരും തന്നെ. അങ്ങനെ പറയരുത്. ഇപ്പോൾ AICC അംഗങ്ങളെ കേരളത്തിൽ നിന്ന് നിശ്ചയിച്ച സമയത്ത് 13 വനിതകളാണ് AICC അംഗങ്ങളായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി എടുത്ത് പരിശോധിച്ച് നോക്കൂ. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ, AICCയുടെ വർക്കിംഗ് കമ്മിറ്റിക്കകത്ത് സ്ത്രീ പ്രാതിനിധ്യം ഈ പറയുന്ന 30% സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തരമാണ്. അധികാര സ്ഥാനങ്ങളിൽ എത്രയുണ്ടെന്നാണ് നമ്മുടെ പ്രശ്നം. ശ്രീമതി ജാനമ്മ കുഞ്ഞുണ്ണി, നിങ്ങൾ നവോത്ഥാന മതിൽ സംഘടിപ്പിച്ചവരാണ്. തുല്യതയെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുകയും വലിയ പ്രചാരണം സംഘടിപ്പിക്കുകയും ചെയ്തവരാണ്. പക്ഷെ നിങ്ങളുടെ പട്ടികയുടെയും പ്രശ്നം 10% മാത്രമേ സ്ത്രീകളുള്ളൂ എന്നതാണ്. 2004 രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ടുള്ള സോണിയാഗാന്ധി നേതൃത്വം കൊടുത്തിട്ടുള്ള രാജ്യത്തെ പാർട്ടി, അന്ന് അവരിറക്കിയിട്ടുള്ള പ്രകടന പത്രിക ഞങ്ങളുടെ കയ്യിലുണ്ട്. ഹരിപ്രിയ നിർബന്ധമായിട്ടും ഇന്ന് തന്നെ പോയിട്ട് അവരുടെ പ്രകടന പത്രിക നോക്കണം. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞാൽ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 100 ദിനം കൊണ്ട് വനിതാ സംവരണ ബിൽ പാസാക്കും. നമ്മൾ സംവരണത്തിന് നിൽക്കുന്നവരല്ല. ഞങ്ങളെ സംബന്ധിച്ച് മഹിളാ അസോസിയേഷൻ സ്ത്രീകളുടെ ഒരു മഹാപ്രസ്ഥാനം എന്നുള്ളതിൽ ഞങ്ങൾ നിൽക്കുന്ന 50-50 ഭരണഘടനയിൽ പറയുന്ന ഈക്വാലിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി. ഈക്വാലിറ്റി എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ സമത്വമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് രാജ്യത്ത് ഒന്നിനെ ഞാൻ പറയുന്നില്ല, ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ആ പാർട്ടിയായാലും മറ്റ് പാർട്ടികളായാലും ഭരണഘടനാദത്തമായിട്ടുള്ള ഈ തുല്യതയെ പ്രാവർത്തികമാക്കാൻ മുൻകൈ എടുക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്.
പക്ഷേ ഇന്ത്യൻ ഭരണത്തിൽ ഒരിക്കലും CPM എത്തിയിട്ടില്ല. ഇത് ഇപ്പോൾ ശബരിമല വിഷയവുമായിട്ട് ഒരു ഭരണഘടനാ അനുസൃതമായിട്ടുള്ള ഒരു നിയമമാണ് സ്ത്രീകളുടെ ആരാധനാ വിഷയത്തിൽ വന്നത്. അതിന് മുൻകൈ എടുക്കുകയും അതിൻ്റെ പ്രഹരമേൽക്കുകയും ഇപ്പോഴും ഏറ്റുകൊണ്ടിരിക്കുകയും പറയുന്ന ഏക പാർട്ടി കേരളത്തിൽ CPM ആണ്. അതിൻ്റെ മഹിളാ വിഭാഗം ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ വനിതാ സംവരണ ബിൽ എവിടെ പോയി? എന്തേ ആ കാലത്ത് 10 വർഷക്കാലം പറയണമെങ്കിൽ ഇത് പറയണം. അടിസ്ഥാനപരമായിട്ട് ഇത് പറയണം. ഈ രണ്ട് പ്രശ്നമുണ്ട്. എത്ര പേരെ മത്സരിക്കാം? ഒട്ടോപ്യൻ വർത്താനം ഇവിടെ നിന്നുകൊണ്ട് പറയാൻ പറ്റില്ല. അടിസ്ഥാനപരമായി ബേസിക്കലി എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുരുഷാധിപത്യമാണ്. അത് തുറന്നു പറയാൻ എനിക്കൊരു വിഷമവും ഇല്ല. ഹരിപ്രിയ പറഞ്ഞ പോലെ ഞങ്ങൾ സംതൃപ്തരാണ് എന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പരിഗണിക്കേണ്ടതാണ്. ഇപ്പോൾ മമതാ ബാനർജി, അത് ഞാൻ എടുത്തു പറയല്ല, ഞങ്ങൾ പറയുന്നത് നേതൃത്വം. ഇപ്പോൾ മമതാ ബാനർജിയെ സംബന്ധിച്ച് അവർ ആ പാർട്ടിയുടെ അധ്യക്ഷയാണ്, അവിടുത്തെ ഭരണകൂടത്തിൻ്റെ അധ്യക്ഷയാണ്. അവിടെ 17 സീറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് രണ്ടും തീരുമാനിക്കാൻ അധികാരവും രാഷ്ട്രീയ അധികാരവും ഒരു സ്ത്രീയിൽ നിക്ഷിപ്തമായപ്പോൾ അതിൻ്റെ പ്രതിഫലനം അവിടെ കാണാൻ. ഞാൻ അവരെ സാധൂകരിച്ചുകൊണ്ട് പറയുന്നതല്ല. ഇതിന് അടിസ്ഥാനപരമായി ഭരണഘടനയെ ബേസ് ചെയ്തുകൊണ്ട് ഭരണഘടനാദത്തമായിട്ടുള്ള ഈക്വാലിറ്റിയെ പ്രാവർത്തികമാക്കാൻ രാജ്യത്തെ സ്ത്രീ സമൂഹം, എല്ലാ സ്ത്രീ സമൂഹങ്ങളും ആ ഒരു വീക്ഷണം മുന്നോട്ട് വെക്കുമ്പോഴും പുരുഷാധിപത്യ ഈ പാട്രിയാർക്കൽ പൊളിറ്റിക്സ് ആയാലും ശരി, ഭരണകൂടമായാലും ശരി, അത് സ്ത്രീയുടെ ഈ അധികാരത്തെ അംഗീകരിക്കുന്നില്ല. ഈ 21-ാം നൂറ്റാണ്ടിൽ CPIM ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ ശാക്തീകരണ സദസ്സ്, വനിതാ മതിൽ, ഇതൊക്കെ ഒരു വ്യാജമായ ഏർപ്പാടാണ്. അങ്ങനെ പറഞ്ഞുകൂടാ. കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ കാലത്താണ് കേരളത്തിൽ ആരോടാ പറയുന്നത്? ലോകത്തോടാണ് പറയുന്നത്, സമൂഹത്തോടാണ്. അവനവനിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതല്ല. അവനവൻ തുടങ്ങുന്നുണ്ടല്ലോ. ഞങ്ങൾക്കിവിടെ വനിതാ മതിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മത്സരിപ്പിക്കാൻ കുറച്ച് പാടാണ്. ഞാൻ ഒരു പ്രോഫറ്റ് ഒന്നുമല്ല, ഞാൻ ഇവിടെ പ്രവചിക്കാൻ ആളല്ല. അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആരെവിടെ ജയിക്കും, എല്ലാ മണ്ഡലത്തിനും ഞാൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന 1-2 സംഘടനകളിൽ, അതായത് CPM-ആയിട്ട് ബന്ധമുള്ള സംഘടനകളിൽ അംഗമായതുകൊണ്ട് എനിക്കറിയാം. ആലപ്പുഴയിലെ വ്യവസ്ഥ എനിക്കറിയാം, ആലത്തൂരിലെ സംഭവം എനിക്കറിയാം. അവിടെ ഈ പറഞ്ഞ രമ്യാകൃഷ്ണനും ഈ നമ്മുടെ ഷാനിമോൾ ഉസ്മാനും ഒന്നും കയറിപ്പോന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചില്ല. രാഷ്ട്രീയ തർക്കമാണ്. ശ്രീമതി പി ഗീത, ഇവിടെ നോക്കൂ, ഈ വനിതാ സംഘടനകൾ എല്ലാ പാർട്ടികളുടെയും അസോസിയേറ്റ് പ്രവർത്തിക്കുന്ന, അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന എമ്പാടും വനിതാ സംഘടനകളുണ്ട്. അവരൊക്കെ തന്നെയും സ്വയമേവ വിചാരിക്കുന്നത് ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള, ഞങ്ങൾക്ക് അർഹതയുള്ള, സാധാരണ കിട്ടിപ്പോരുന്ന സീറ്റുകൾ ഇത്ര മാത്രമാണ്, അതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷ വേണ്ട, അതിനുവേണ്ടി വലിയ ഫൈറ്റും വേണ്ട ആഭ്യന്തരമായി എന്ന് വിചാരിക്കുന്നവരാണ് അവർ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള സീറ്റുകൾ, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ അങ്ങനെ പരിഗണിക്കുമ്പോൾ സ്ത്രീകൾ എല്ലായിടത്തും പരിഗണിക്കപ്പെടാതെ വരുന്നു. അപ്പോൾ ഒരു പ്രായോഗിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടികൾ ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതും. അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഈ വിജയസാധ്യത എന്ന ഫാക്ടർ എങ്ങനെ നിർവചിക്കപ്പെടുന്ന ഒന്നാണ്? ഓരോ രാഷ്ട്രീയ സംഘടനയുടെയും തീരുമാനങ്ങൾ എടുക്കുന്ന സമിതികളിൽ എത്ര സ്ത്രീകളുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള കമ്മിറ്റികളാണ് ആരാണ് സ്വന്തം സ്ഥാനാർത്ഥി എന്ന് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇവിടെ CPM-ൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും എത്ര സ്ത്രീകൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു ആ കാര്യത്തിൽ പങ്കാളികളായിരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇവരെന്തെല്ലാം പറയുമ്പോഴും ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ, ഇപ്പം നമ്മൾ കാണുന്നത് ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള BJP-യുടെ ലിസ്റ്റ് പോലും, അതിൽ പോലും 20-ൽ 2 സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. കാരണം BJP എമ്പാടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇഷ്ടം പോലെ സ്ത്രീകളെ മത്സരിപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP. ആ BJP പോലും ഒരു പക്ഷേ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ അവിടെ ഇരിക്കേണ്ടുന്ന സ്ത്രീകളുടെ എണ്ണത്തെ സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനെ അവർ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. ഇത്ര മതി എന്ന് അവരും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തുല്യതയെക്കുറിച്ചോ ഭരണഘടനാപരമായിട്ടുള്ള മൗലികാവകാശങ്ങളെക്കുറിച്ചോ സംസാരിക്കാനുള്ള എല്ലാ അധികാരവും ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പിൽ റദ്ദായിരിക്കുന്ന സന്ദർഭമാണ് ഈ സ്ഥാനാർത്ഥി നിർണയ പട്ടിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അധികാരം പുരുഷനു മാത്രം വേണ്ടതാണ് എന്നുള്ളതും ആ വിജയസാധ്യത, നിങ്ങൾ പറഞ്ഞ വിത്തിൻ കോഡ്സ് ആണ് ഞാൻ വിജയസാധ്യതയെ
കാണുന്നത്. പത്തനംതിട്ട എത്രത്തോളം വിജയസാധ്യത വീണ ജോർജിന് നൽകുന്നു എന്നുള്ളതും കൂടി നമ്മൾ പരിശോധിക്കണം. ജാനമ്മ കുഞ്ഞുണ്ണി ഇത് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ CPM ജയിക്കുകയാണെങ്കിൽ, കണ്ണൂർ ജയിക്കുകയാണെങ്കിൽ ശ്രീമതി ടീച്ചർ ഒരു പക്ഷേ കയറിയേക്കാം. അതിനപ്പുറത്തേക്ക് പത്തനംതിട്ട പോലെയുള്ള ഒരു പ്രദേശം പോലും എത്രമാത്രം വിജയസാധ്യതയുള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്കകൾ രാഷ്ട്രീയ നിരീക്ഷകർക്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഞങ്ങൾ സ്ത്രീകൾ ഇതിനെ വളരെ ക്ലോസ് ആയിട്ട്, സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇവരാരും സ്ത്രീകളല്ല എന്നുള്ള അഭിപ്രായത്തിലല്ല ഞാൻ പറയുന്നത്. ഇവരൊക്കെ തന്നെ അതത് മുന്നണികളുടെ പിൻബലത്തിൽ അതിൻ്റെ അണ്ടറിൽ നിൽക്കുന്ന സ്ത്രീകളാണ്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് സ്വതന്ത്രരായിട്ട് ചിന്തിക്കുന്ന സ്ത്രീകൾ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിജയസാധ്യത എന്നുള്ളത് ഒരുപക്ഷെ 1-2 സ്ത്രീകൾ കേരളത്തിലെ 20 പേരിൽ നിന്നും പോയേക്കാം എന്നുള്ളതിൽ അപ്പുറത്തേക്ക് 4 സ്ത്രീകൾ എത്തുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കൃത്യമാണ്. അപ്പോൾ 2 UDFും 2 LDFും ജയിക്കുമോ എന്നുള്ളതാണല്ലോ വിഷയം. അത് വിജയസാധ്യതയുള്ള സീറ്റുകളല്ല നൽകിയിരിക്കുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമാണ്. അവിടെ കഠിനാധ്വാനം ചെയ്യാൻ ഞാനിവിടെയുള്ള രാഷ്ട്രീയ മുന്നണികളോട് വളരെ പരസ്യമായിട്ട് ഈ വേദി ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ്. UDF ആവട്ടെ LDF ആവട്ടെ, UDFിൻ്റെയും LDFിൻ്റെയും മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. UDFിൻ്റെയും LDFിൻ്റെയും സ്ത്രീകളായ സ്ഥാനാർത്ഥിനികൾക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്താൻ ഞാൻ എന്നുള്ള സ്ത്രീ തയ്യാറാണ്. അത് ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന പെൺ രാഷ്ട്രീയത്തിൻ്റെ ബലത്തിലാണ്, പിൻബലത്തിലാണ് ഞാൻ ഈ പറയുന്നത്. കാരണം വിമൻസ് റിസർവേഷൻ ബില്ലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ബില്ല് പാസ്സാക്കാൻ അവിടെ ആണുങ്ങൾ ഇരുന്നിട്ട് അത് പാസ്സാക്കുമെന്ന് വിചാരിക്കാനുള്ള വിഡ്ഢിത്തമൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല. കാരണം നിരവധി ആണുങ്ങൾ കയറി നിരങ്ങിയിട്ടുള്ള പാർലമെൻറ്റാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ്. ആ പാർലമെൻറ്റിൽ വിമൻസ് റിസർവേഷൻ ബില്ലിനെ കുറിച്ചുള്ള ചർച്ച പൊന്തി വന്നപ്പോൾ ഇവിടെയുള്ള പുരുഷന്മാരായിട്ടുള്ള പാർലമെൻറ്റേറിയന്മാർ പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഈ പെണ്ണുങ്ങളൊക്കെ പാർലമെൻറ്റിൽ കയറിയിരുന്നാൽ ഞങ്ങൾക്ക് വീട്ടിൽ ആരാണ് ഇഡ്ഡലി ഉണ്ടാക്കി തരിക എന്നാണ് അവർ ചോദിച്ചത്. അതിവിടെയുള്ള ഇന്ത്യൻ പുരുഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉത്കണ്ഠയാണ്. ആ ഉത്കണ്ഠയെ നിലനിർത്തുകയും അതിനെ പോറ്റിപ്പോരുകയുമാണ് ഇവിടെയുള്ള LDFിൻ്റെയും UDFിൻ്റെയും മുന്നണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൗരവതരമായ വിമർശനം താങ്കൾക്ക് അക്കാര്യത്തിൽ ഉന്നയിക്കാനുണ്ട്. നുസ്രത് ജഹാൻ, ഇപ്പോൾ കോഴിക്കോട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണല്ലോ. രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയാൽ താങ്കളൊരു മുസ്ലിം ലീഗ് കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവർക്കാണെങ്കിൽ കാൻഡിഡേറ്റ് ഉണ്ട്. സ്വാഭാവികമായും അതിനൊപ്പം നിൽക്കുക എന്നതായിരിക്കും സ്വീകരിക്കേണ്ട ഒരു നയം. നമ്മൾ കണ്ടുവരുന്ന അങ്ങനെയാണല്ലോ. അതിനപ്പുറത്തേക്ക് ആ ധാരയോട് ഭിന്നത പുലർത്തി പുറത്തു വന്ന് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ട കാരണത്തിലൊന്ന് വേണ്ടത്ര പ്രാതിനിധ്യം എൻ്റെ സ്ത്രീകൾക്ക് കിട്ടുന്നില്ല എന്ന പ്രശ്നം കൊണ്ടുകൂടിയാണോ? അതെ, ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് കോഴിക്കോട് തീരുമാനിച്ചു. നിങ്ങൾ പറഞ്ഞ പോലെ ലീഗ് പശ്ചാത്തലം എല്ലാം ഉണ്ട്. ഇപ്പം ഇവിടെ പറഞ്ഞ ഇവരെ ഇപ്പം മുമ്പേ സംസാരിച്ചവർ 33% കിട്ടാത്തത് സംസാരിച്ചു. പക്ഷെ അതിനൊരു ഉത്തരമായിട്ടാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം. സ്ത്രീ സമത്വം, രാഷ്ട്രീയക്കാരുടെ പിന്നിൽ, പുരുഷാധിപത്യത്തിൻ്റെ പിന്നിൽ നിന്ന് ശബ്ദിക്കാൻ പോലും പറ്റാത്ത രാഷ്ട്രീയ ചുറ്റുപാടാണ് ഇന്ത്യ. കേരളം മാത്രമല്ല, ഇന്ത്യ ഒട്ടുക്കുന്ന് മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് എനിക്ക് രാഷ്ട്രീയം പറയാനോ രാഷ്ട്രീയത്തിലെ ഒരുപാട് നേതാക്കളെ സീറ്റിനെ പറ്റി പറയാനോ ഒന്നും അറിയില്ല. പക്ഷേ സ്ത്രീകൾക്ക് കിട്ടാതെ പോയ അവകാശങ്ങളെ പറ്റി എനിക്ക് നല്ലോണം സംസാരിക്കാൻ അറിയാം. പിന്നെ ഞാനിപ്പോൾ മത്സരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്നെപ്പോലെ 21 വർഷം ഏവിയേഷൻ ഇൻഡസ്ട്രിയിലും ലോകത്തിലെ ഏറ്റവും വലിയ പൊസിഷനിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് എയർലൈനിൽ. പക്ഷേ ഇന്നിപ്പോൾ ഞാനൊരു മത്സരിക്കാമെന്ന് പറഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് കിട്ടുന്ന ചവിട്ടമർത്തുകൾ എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും അറിയാം. അതിനുത്തരം തന്നെയാണ് ആരെന്ത് പ്രതിഷേധിച്ചാലും എന്ത് വന്നാലും ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. ഇന്ന് രാവിലെ ഞാൻ കേട്ടത് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഡിവോഴ്സ് അങ്ങനൊരു ഡിവോഴ്സ് ഇത്ര കാലം ജീവിച്ച ഒരു 20 വയസ്സുള്ള മകളുള്ള ഇത്രയും നന്നായി കുടുംബം കൊണ്ടുപോയി ജോലി ചെയ്തു അധ്വാനിച്ച് എനിക്ക് അങ്ങനെ വരുവാണെങ്കിൽ ഈ രാഷ്ട്രത്തിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കൂ. ഇത്ര കാലം ഞാൻ ജീവിച്ചില്ലേ? അതാണ് എൻ്റെ ഉത്തരം. അല്ല, ഈ കാര്യത്തിൽ ഈ സമ്മർദ്ദം ഉണ്ടാവുന്നു, വ്യാജ പ്രചരണം നടത്തുന്നു, മാനസികമായി തളർത്താൻ ശ്രമിക്കുന്നു, ഇതൊക്കെ സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ആളുകൾ തന്നെ ചെയ്യുന്നതാണോ? അവർക്കുണ്ടാക്കുന്ന ക്ഷീണം എന്നതുകൊണ്ട് അത് ഒരിക്കലും സ്വന്തമാവില്ലല്ലോ. പുറത്തുനിന്ന് ആ ഒരു രാഷ്ട്രീയ പിൻബലം ഉണ്ടാകുമ്പോൾ അതാണ്. ഞാനൊരു മുസ്ലിം സ്ത്രീ. ആ നിലയ്ക്കുള്ള വലിയ അതിർത്തി ഉണ്ടോ? മുസ്ലിം ലീഗ് കുടുംബത്തിലുള്ള ഒരാൾ മുസ്ലിം ലീഗിന്റെ UDF കാൻഡിഡേറ്റിനെതിരെ മത്സരിക്കുന്ന പ്രശ്നം അതുണ്ട്, തീർച്ചയായിട്ടുണ്ട്. എനിക്കിവിടെ പറയാണ്ടിരിക്കാൻ അത് പറ്റൂല. അത് തീർച്ചയായിട്ടും ഉണ്ട്. ഒരു മുസ്ലിം സ്ത്രീ ഇസ്ലാമിൻ്റെ റൂളിൽ പോണ പാർട്ടിയിൽ നിന്ന് വരുന്ന ഒരാളിൻ്റെ ഭാര്യ. പക്ഷേ ഞങ്ങൾ രണ്ടാളും എന്നും രാഷ്ട്രീയത്തിലും ഇതിലും വിഭിന്ന ചിന്താഗതിക്കാരായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അന്യോന്യം വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് ജീവിച്ചതും ഞാൻ വിശ്വസിച്ചതുമായ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു സമ്മർദ്ദം വരുമ്പോൾ ഐ വിൽ ടേക്ക് ഇറ്റ് ഈസി.
അതല്ല, നമ്മൾ ജീവിച്ചിട്ട് ഇനി ഈ സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ ജയിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരോട് പറയുന്നു, ഒരു സ്ത്രീ പ്ലാറ്റ്ഫോം ഈ കാലിക്കറ്റിൽ ഞാൻ കൊണ്ടുവരും. ഞാൻ അതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ത്രീക്കും നീതി, എംപ്ലോയ്മെൻറ്റ്, വാട്ട് വി വാണ്ട്. നമ്മളിപ്പോൾ പറയുന്നു സ്ത്രീ സ്വാതന്ത്ര്യത്തിൽ നേതാവുക എന്ന് മാത്രമല്ല, നമ്മളെ നാട്ടിൽ ഏറ്റവും അധികം നടക്കുന്നത് ആത്മഹത്യകളും ഡിപ്രഷനുമാണ് സ്ത്രീകൾക്ക്. എന്തുകൊണ്ട് ഇത് വരുന്നു? അത് ഈ പുരുഷാധിപത്യത്തിൻ്റെതാണ്. അവർക്ക് ജോലി, അവർക്ക് സ്വാതന്ത്ര്യം, അവർക്ക് നല്ല എഡ്യൂക്കേഷൻ, ഈ കോസിനെയൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ വോട്ടേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പ്രതികരണമാണ് എന്നെ ഓരോ ദിവസവും ഓരോ മിനിറ്റിലും ശക്തിയാക്കുന്നത്. ഹരിപ്രിയ, നോക്കൂ, ഈ വനിതാ പ്രാതിനിധ്യം കിട്ടാത്തത് കൊണ്ട്, സ്ത്രീകളുടെ പ്രശ്നങ്ങളെ ശരിയായി അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരികയാണ് അവർ. നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് അവരെ പിന്തുണയ്ക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഇത്തരം മൂവ്മെന്റുകൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള പൊളിറ്റിക്സിലേക്കുള്ള പലയിടങ്ങളിൽ നിന്നുള്ള കടന്നുവരലിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതുകൊണ്ട് മാത്രം, ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ട് പിന്നെ ലോക്സഭയ്ക്കകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിലേക്ക് ഈ ഒരു പ്രോസസ്സിനകത്തേക്ക് കടന്നു വരുന്നു എന്നതിൽ ഉപരിയായിട്ട് മറ്റെന്തെങ്കിലും സാധ്യമാകുമെന്നും ഞാൻ കരുതുന്നില്ല. പ്രധാനപ്പെട്ട മുന്നണികളെ ആശ്രയിക്കുമ്പോൾ അവരെല്ലാവരും പുരുഷന്മാരെ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നു. സ്വന്തമായി മത്സരിക്കേണ്ടി വരുന്നു എന്നത് നിങ്ങളുടെ ഒരു പ്രശ്നമായി നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ സ്ത്രീകളുടെ ശബ്ദമുയർത്താൻ ഈ പറയുന്ന നിയമസഭയ്ക്കകത്ത്, നിയമനിർമ്മാണ സഭകൾക്കകത്ത് സ്ത്രീകളുടെ ശക്തമായ പ്രാതിനിധ്യം വേണം. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പം 33% വനിതാ സംവരണം കൊണ്ടുവരുന്നതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എല്ലാ പാർട്ടികളിലും 33% സംവരണം ഉറപ്പാക്കാൻ നിയമം വേണം. രാഹുൽ ഗാന്ധിക്ക് എല്ലാ പാർട്ടിയിലും പോയി അത് ചെയ്യാൻ കഴിയില്ലല്ലോ. അദ്ദേഹം പ്രധാനമന്ത്രിയാവണം, നിയമം കൊണ്ടുവരണം. പക്ഷെ സ്വന്തം പാർട്ടിയിൽ ഏറ്റവും അവസാനത്തെ അധികാര വാക്ക് അദ്ദേഹമാണെന്നിരിക്കെ അത്തരമൊരു മെസ്സേജ് 33-ലേക്ക് വരണ്ട, പക്ഷെ അതിനകത്തൊരു മാന്യമായ വിഹിതം കൊടുക്കാത്ത ഒരു മനുഷ്യൻ പറയുന്ന ഈ വാഗ്ദാനത്തെ എങ്ങനെ വിശ്വസിക്കുമെന്നൊരു പ്രശ്നമില്ലേ? നമ്മുടെ സാമൂഹ്യമായ അവസ്ഥയിൽ വലിയ പാട്രിയാർക്കൽ സമൂഹത്തിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമായി മാറി ചിന്തിക്കാൻ കഴിയില്ല. ഞങ്ങളൊന്നിനും ഇല്ല എന്നൊരു പറച്ചിലാണത്. അങ്ങനെയല്ല, ഞങ്ങളൊന്നിനും ഇല്ല എന്നല്ല, ഞങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് നിയമത്തിലൂടെ തന്നെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കും, ഞങ്ങളത് എത്തിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ജാനമ്മ കുഞ്ഞുണ്ണി, നിങ്ങൾ ഈ സ്ഥാനാർത്ഥികളിൽ അധികം സ്ത്രീകളെ തെരഞ്ഞെടുക്കാത്തത് ജയിക്കില്ല എന്ന പേടിയുണ്ടാണോ? ഇന്ത്യയിൽ ഇപ്പോൾ BJP ഈ ഭരണത്തിൽ നിന്ന് തൂത്തെറിയുക എന്നുള്ളത് ഞങ്ങളുടെ പരമമായ ലക്ഷ്യമാണ്. 2004 തെരഞ്ഞെടുപ്പിൽ 63 ഞങ്ങളുടെ മിറാക്കിൾ 63 ഉണ്ട് ഇന്ത്യയിലെ ഇടതുപക്ഷം. അവർ കൊടുത്ത അന്നത്തെ UPA ഗവൺമെൻറ് ശ്രീമതി സോണിയാഗാന്ധി അവരുടെ പാർട്ടിക്ക് കൊടുത്തൊരു പിന്തുണയുണ്ട്. ആ പിന്തുണ കാലത്ത് പോലും പാസ്സാക്കാതെ കിടക്കുന്ന ഒരു സംവരണ ബിൽ ഞാനത് വിടുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ ജയിപ്പിച്ചു വിടണമെങ്കിൽ ജനസമ്മതിയുള്ള, അതിന് പക്വതയുള്ള ആളുകൾ വേണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായിരിക്കുമ്പോഴാണ് 50% കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾക്കതിൽ ആത്മവിശ്വാസക്കുറവൊന്നുമില്ല. ഞങ്ങൾക്ക് അതിന് തക്ക വിധത്തിൽ ഇന്ന് രാജ്യത്ത് നിങ്ങളുടെ കുത്തക സീറ്റുകളിൽ ഒരു പരീക്ഷണം നടത്തുന്നില്ല. നിങ്ങളുടെ കുത്തക സീറ്റുകളുണ്ടല്ലോ, അവിടെ പരീക്ഷണം നടത്തിക്കൂടെ? കാസർഗോഡ്, ആറ്റെങ്കിലും പോലുള്ള സീറ്റുകൾ. പരീക്ഷണത്തിന്റെ കാലമല്ല ഇത്, അതിജീവനത്തിന്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണ്. സർവൈവലിന്റെ കാലമാണ്. പി ഗീത, നമുക്കിപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളെ വിടാം, അവർക്കൊപ്പം അവരെ അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സംഘടനകളെയും വിടാം. പൊതുസമൂഹത്തിന് ഇതൊരു പ്രശ്നമായി തോന്നുന്നേയില്ലല്ലോ. ഇപ്പോൾ ഒരു പാനൽ കാണുമ്പോൾ അതിനകത്ത് 18 പേരും ആണുങ്ങൾ, 2 സ്ത്രീകൾ. അതിലെന്തെങ്കിലും ഒരു അസ്വാഭാവികതയോ അസാധാരണത്വമോ ഒന്നും ഇവിടുത്തെ സൊസൈറ്റിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി സ്ത്രീ മത്സരിക്കാൻ വരുന്നു, ജെന്യുവിൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, റീസൺസ് പറഞ്ഞുകൊണ്ട് മത്സരിക്കാൻ വരുന്നു, അവരെ ഒരു അങ്ങേയറ്റം ഗൗരവപ്പെട്ട ഒരു പ്രശ്നമായി സൊസൈറ്റി എടുക്കുന്നുമില്ല. ഇത് പൊതുവെ ഒരു ആണുങ്ങൾ മത്സരിക്കേണ്ട. ഇപ്പം നോക്കൂ, ആലത്തൂരിൻ്റെ ഒരു കഥ എടുക്കാം. അവിടെ UDFന്റെ ഒരു പ്രധാനപ്പെട്ട വാചകം ആലത്തൂരിൻ്റെ പെങ്ങള് കുട്ടി എന്നാണ്. എന്ന് വെച്ചാൽ ആണുങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു വാചകമാണത്. ഇവരുടെ പ്രചാരണ വാചകമാണത്. അതൊരു ഏകപക്ഷീയമായിട്ടുള്ള സംഗതിയല്ല, കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. പൊതുസമൂഹം എന്ന് പറയുന്നതിൽ വാസ്തവത്തിൽ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഉൾപ്പെട്ടതാണ് പൊതുസമൂഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലിരിക്കുമ്പോൾ അവർക്ക് പൊതുസമൂഹത്തിൻ്റെ നിലപാടുകളെ തിരുത്തണമെങ്കിൽ അവർക്ക് ആവശ്യവും ലാഭവുമുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഓർഡിനൻസുകളും ബില്ലുകളും ഒക്കെ പാസ്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊതുസമൂഹത്തിൻ്റെ തോന്നലുകളൊന്നും അവർക്ക് ഒരു വിഷയവും ആവാറില്ലല്ലോ. അപ്പോൾ പൊതുസമൂഹത്തെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ അധികാരമൊന്നുമില്ലാത്ത ജനങ്ങൾ പാവം ഒരു പൊതുസമൂഹമായിട്ട് അവിടെ നിൽക്കണു. അവർക്ക് നമ്മളിതൊന്നും ചെയ്താൽ ഇഷ്ടാവില്ല, അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനാണ് നമ്മളിത് ചെയ്യണം എന്നുള്ളത് ഒരു കള്ളനാട്യം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ. അത്
ഇതിനെ അത്തരത്തിൽ സ്വന്തം പവർ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു 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 ജാലവിദ്യ കാണിക്കലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം എങ്ങനെയാണ് ഞാൻ പൊതുസമൂഹത്തിൽ നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കുന്നു എന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരനും ഓരോ പ്രവർത്തകനും വിചാരിച്ചു തുടങ്ങിയാൽ പിന്നീട് പൊതുസമൂഹം എന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മളെക്കാൾ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള അർത്ഥത്തിലായിരിക്കും. അത്തരത്തിലുള്ള ഒരു ഉയർച്ചയെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഈ രാഷ്ട്രീയ പാർട്ടികൾ സ്വയം ഉണ്ടാക്കിയെടുക്കുകയും അത് ഇതിന് മേൽ ഇമ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ, ഇപ്പോൾ ലീഗ് ഇതുവരെ 0% ആണ് എല്ലാ മണ്ഡലത്തിലും, അതായത് തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ഇലക്ഷനിൽ ഒഴിച്ച് മറ്റെല്ലായിടത്തും തന്നെ നിയമസഭയിലാണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് സ്ത്രീകളെ ഇല്ല, അവരെ പെറ്റത് അമ്മമാരല്ല അച്ഛന്മാരാണ് എന്നുള്ള മട്ടിലാണ് അവരുടെ എല്ലാ തരത്തിലുള്ള സംഗതികൾ ഇതുവരെ വന്നിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് ഒരാൾ നമ്മുടെ മുന്നണിയിൽ നിന്ന് തരുന്നില്ല വെച്ചാൽ ഞാനത് പിടിച്ചു വാങ്ങുമെന്ന് വിചാരിച്ചു വരുന്ന ഒരാളെ അവർ സംഘടിത ശക്തി അല്ല എന്നുള്ളതും അതല്ല ഇവിടെ നമുക്കിതാ വേറെ എന്തോ വലിയ ലക്ഷ്യമുണ്ട് എന്നുള്ളതും പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. അപ്പോൾ UDF പറയുന്നത് ഒന്നാണ്, LDF പറയുന്നത് ഒന്നാണ്. കാരണം ഇവിടെ നിന്ന് BJP അങ്ങോട്ട് പുറത്താക്കണം. അപ്പോൾ കൃത്യം പരമ്പരാഗതമായിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെ എന്ന് പറയുന്ന വളരെ ഇൻഫീരിയർ എന്ന അവർ മുദ്ര കുത്തിയിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്നാൽ LDFനും UDFനും കൂടി ഒന്നിച്ചു നിന്ന് BJPനെ അങ്ങോട്ട് പുറത്താക്കിയാൽ പോരെ? എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു കള്ളനാട്യം കാണിക്കുന്നത്? അപ്പോൾ അവർ പവർ എക്സസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള സൈദ്ധാന്തികമായിട്ടുള്ള ജാടകൾക്ക് അപ്പുറത്തേക്ക് ഇവർ അധികാരം തന്നെയാണ് ഇവരുടെ മുമ്പിലുള്ള വിഷയം. ഈ പവർ എക്സസൈസിന് കിട്ടുന്ന ഒരു അവസരവും ഒരു അധികാരിയും അധികാരമില്ലാത്ത ആൾക്ക് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും സ്ത്രീകളുടെ എണ്ണം സ്ഥാനാർത്ഥി പട്ടികയിൽ കുറഞ്ഞിരിക്കുന്നത്. അതിന് നല്ല ധൈര്യമുണ്ട് ഇവർക്ക്. കാരണം അധികാരവും കാശും ഇവരുടെ കയ്യിലാണ്. ഒരു നിലയ്ക്കും സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു സ്പേസ് കിട്ടാത്ത പ്രസ്ഥാനമാണ് ലീഗ്. ലീഗിന്റെ കാര്യം പ്രത്യേകമായി എടുത്താൽ എന്ന് തീർച്ചയായിട്ടും ഒരു എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടാത്തതൊന്നുമല്ല, എനിക്ക് വേണമെങ്കിൽ പോയിരുന്നു. പക്ഷേ എന്തിന് ഞാൻ പോകണം? ഞാൻ ജീവിച്ചതും ഞാൻ കണ്ട ലോകത്തും സ്ത്രീക്ക് വളരെ പ്രാധാന്യമുള്ള ലോകത്താണ്. ഞാനൊരു എയർലൈൻ്റെ കൺട്രി ഹെഡ് ഓഫ് ഇന്ത്യ ആയ ആളാണ്. അപ്പോൾ എനിക്കറിയാം എൻ്റെ എത്രയോ ആൾക്കാർ എൻ്റെ കീഴിൽ ജോലി ചെയ്തു. അപ്പം അവിടെയൊന്നും സ്ത്രീയാണോ പുരുഷനാണോ പറഞ്ഞിട്ടല്ല അവിടെയൊന്നും നമുക്ക്. അപ്പോൾ അങ്ങനെ ജീവിച്ച് ഞാൻ എങ്ങനെ സ്റ്റേജിൽ പോലും ഇരിക്കാൻ പറ്റാത്ത ഒരു പാർട്ടീൻ്റെ കൂടെ ഞാൻ പോകും? നമ്മളെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മളിവിടെ കാണുന്നത്. അതിന് ഇന്ന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളെ ഞാൻ ശ്രീമതി ഹരിപ്രിയയോട് ചോദിക്കുന്നു, എന്നും ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചാൽ നാളെ നിങ്ങളെ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യൂ? ഇന്നലെ റോഡരികിൽ ഒരു പെൺകുഞ്ഞ് പ്രസവിച്ചിട്ട് കളഞ്ഞു കുട്ടീനെ. ആ കുട്ടീനെ കളഞ്ഞ ആ മാതാവിൻ്റെ അവസ്ഥ എന്താണ്? അവരാരാ പീഡിപ്പിച്ചത്? ഇന്നിപ്പോൾ നമ്മൾ സ്ക്രോളിംഗ് ന്യൂസ് കണ്ടു, അവിടെ സമരം നടക്കുന്നു. എന്തിന് സമരം നടക്കുന്നു? നമ്മൾ കോസിനെ ട്രീറ്റ് ചെയ്യണ്ടേ? ഒരു സ്ത്രീ അവിടെ ഇന്നിപ്പം നിരാഹാരം കിടക്കുന്ന ആ സ്ത്രീ ഒരു നേതാവായിരുന്നെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഒരു സാധനം നടക്കൂല, ഒരു പീഡനം ഉണ്ടാവില്ല. ആ പീഡനം ചെയ്യാൻ വേണ്ടിയിട്ട് പേടിയുണ്ടാവും. ഇപ്പോഴും ഇതുപോലെ രാഷ്ട്രീയ പാർട്ടീൻ്റെ മറയിൽ ജീവിക്കുന്ന ഓരോ പെണ്ണും അവർ ചെയ്യുന്ന അനീതി അക്രമത്തിനും മിണ്ടാതിരിക്കുക ചെയ്യണത്. അത് പൊട്ടിച്ചെറിയണം നിങ്ങളെപ്പോലെയുള്ള വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ. എന്നിട്ട് നമ്മൾ ഇന്നല്ല നാളെ ഇന്ന് നമ്മളെ ജീവിതത്തിലെ വിജയം മാത്രമാണോ ഇന്ന് ഇവിടെ ജീവിച്ചു പോയ മഹാന്മാർ? ഗാന്ധിജി ഇന്ത്യ ഭരിച്ചോ? ആ ഗാന്ധിജീനെ ഇന്നും നമ്മൾ രാഷ്ട്രപിതാവായി അംഗീകരിക്കുന്നില്ലേ? ഒരു കോസിന് വേണ്ടി പോരാടിയാൽ നാളെ ജനസമൂഹത്തിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞതുകൊണ്ട് സംഘടനകൾ നിലയ്ക്ക് നിങ്ങൾ എപ്പോഴും ഈ പറയുന്ന ആണുങ്ങൾ തീരുമാനമെടുക്കുന്ന ബോഡിയുടെ താഴെ നിൽക്കുന്നവരാണ്. ഇപ്പൊ തന്നെ നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക എടുത്തു നോക്കൂ, അതിനകത്ത് തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന് കേസ് നേരിടുന്ന ആളുകൾ പോലുമുണ്ട്. പക്ഷെ അവരെയും പിന്തുണയ്ക്കേണ്ട, അവർക്ക് വേണ്ടി പ്രസംഗിക്കേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നത് ദൗർഭാഗ്യകരമാണ് സത്യത്തിൽ. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഈ പറയുന്ന അട്രോസിറ്റി നടത്തിയതിന് ജയരാജൻ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ. നിങ്ങളവിടെ വലിയ ബഹളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വടകരയില്ല. ഞാൻ അതിലേക്ക് വരാം. നരേന്ദ്രമോദി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. പോട്ടെ, നിങ്ങൾക്ക് വനിത എന്ന നിലയ്ക്കുള്ള നിങ്ങളുടെ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്ന് വെക്കാം. വനിത എന്ന നിലയ്ക്കുള്ള പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്ന് വെക്കാം. പക്ഷേ വനിതകൾക്കെതിരായ അതിക്രമം ശീലമാക്കി അല്ലെങ്കിൽ അത്തരം കേസുകൾപ്പെട്ട ആളുകളെങ്കിലും ഒഴിവാക്കി നിർത്തണമെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. ഈ പറയുന്ന തീരുമാനമെടുക്കുന്ന ബോഡികളിൽ സ്ത്രീകളായുള്ള പ്രതിനിധികൾ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇല്ലാന്ന് നിങ്ങൾക്ക് ഒറ്റ അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല. അതിൽ വരുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ പരിമിതമാണ്, അത് സത്യം തന്നെ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഈ പറയുന്ന മേഖലകളിലൊന്നും ശബ്ദമുണ്ടാക്കാതെ നിങ്ങൾ എന്താ ചെയ്തോ ഞങ്ങൾ മിണ്ടാതിരിക്കാം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇതിനകത്തുള്ളത് എന്ന് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ നമ്മൾ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. കേരള സമ്മിറ്റിലൊരു ഇടവേള. കേരള സമ്മിറ്റിന്റെ 2ാം ഘട്ടത്തിലേക്ക് സ്വാഗതം.
തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ പ്രധാന മുന്നണികൾക്കെല്ലാം 10% ഒതുങ്ങിയിരിക്കുന്നു സ്ത്രീ പ്രാതിനിധ്യം. മത്സരവും അധികാരവുമെല്ലാം ആണുങ്ങളുടെ മാത്രം കളിയാണോ? ഈ വിഷയം പരിശോധിക്കുകയാണ് കേരള സമിറ്റ് ഈ ആഴ്ച. സ്വാഗതം. സംവരണ സീറ്റിൽ സ്ത്രീകൾക്ക് 50-50 കിട്ടാൻ വേണ്ടിയിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അല്ലെങ്കിൽ ഇടതുപക്ഷവും CPM ഒന്നിച്ചങ്ങ് ചേർന്ന്, ഗീത നല്ലപോലെ ചിന്തിക്കുന്ന ഒരാളാണ്, കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജ്യത്ത് കേരളത്തിൽ പ്രധാനപ്പെട്ട വിഷയം വന്നപ്പോൾ ഒരു ശബരിമല വിഷയത്തിൽ സ്വന്തം കൊടി ഉപേക്ഷിച്ച് വർഗീയ ശക്തികൾക്ക് പിടിച്ച ഒരു പാർട്ടിയാണ് ഇവിടുത്തെ UDF. ഞങ്ങൾക്കത് മറക്കാൻ പറ്റില്ല. ഞങ്ങൾ സ്ത്രീയുടെ പക്ഷത്താണ് നിന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞു, കോൺഗ്രസ് ഓഫീസിനകത്ത് എന്നെ കൊണ്ട് നിങ്ങൾ ഈ വെറുതെ ഈ പോസ്റ്റ്മോർട്ടം നടത്തരുത്. നിലമ്പൂര് ആ പാർട്ടി ഓഫീസിൽ ഞങ്ങൾ അവിടെ പോവുകയും ആ വിഷയത്തിൽ ഇടപെട്ട ഒരാളാണ് ഞാൻ. വെറുതെ ഇങ്ങനെ കാടടച്ച് വെടിവെക്കരുത്. കാര്യം പറയുമ്പോൾ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയണം. പാർട്ടിക്ക് പരിക്ക് പറ്റുമോ, അത് മോശമാവോ എന്ന് പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് അതിന് നടപടി ഉണ്ടാവും. പാർട്ടി ബന്ധുക്കളോ പാർട്ടി അംഗങ്ങളോ ആണെന്ന് വിചാരിച്ച് എല്ലാവരുടെയും മനസ്സും കൈയും അവരുടെ മസ്തിഷ്കവും ഒന്നും ഈ പാർട്ടിയുടെ മിഷറിയിലല്ല. അങ്ങനെയുള്ളവർ ഈ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല. അക്കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയുന്നു. ഫ്യൂഡലിസ്റ്റ് ഭരണവ്യവസ്ഥയിൽ നിന്ന് ഭരണഘടനയിൽ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവന്നില്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ സ്ത്രീയുടെ സ്ഥിതി എന്താകുമായിരുന്നു? നിങ്ങളുടെ ഭരണഘടന നിങ്ങളുടെ കയ്യിൽ തന്നെയല്ലേ? നിങ്ങളുടെ ഭരണഘടനയും പാർട്ടി പരിപാടിയും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അതിനകത്ത് നിങ്ങൾ ചേഞ്ച് കൊണ്ടുപോവാ. ഞങ്ങൾ ചേഞ്ച് കൊണ്ടുവരും. വന്ന് കണ്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ചർച്ച തന്നെ ഞങ്ങൾ ചേഞ്ച് കൊണ്ടുവരും. അതിനകത്ത് കലാപമില്ലെന്ന് നിങ്ങൾ ശരി. മാഡത്തിനോടാണ്, അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കോഴിക്കോട് നിന്ന് മത്സരിക്കുന്ന ആളോടാണ്. ഒരു യുദ്ധഭൂമിയിലൂടെ നടക്കുന്ന ആളാണ്, അതായത് പൊതുരംഗത്തേക്ക് വരുമ്പോൾ ഉള്ള ഒരു വനിതയുടെ അവസ്ഥ. ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം. അത് ഭർത്താവിൽ നിന്നാകാം, മകനിൽ നിന്നാകാം. അങ്ങനൊരു സാഹചര്യത്തിൽ കോഴിക്കോട് നിന്ന് മത്സരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാട് എന്താണ്? കോഴിക്കോടിന് സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനാവും എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ്. ഞാൻ ആരെങ്കിലും ചോദിക്കുന്നു വിചാരിക്കരുത്. സ്ത്രീകളെ പക്ഷത്ത് തന്നെ ഞാൻ ഉണ്ടാവും. എനിക്ക് രാഷ്ട്രീയ പാർട്ടി ഇപ്പം പിൻബലമില്ല, ആളില്ല, സംഘടനയില്ല. പക്ഷെ ഒരുപാട് സംഘടനകളിൽ നല്ല മനുഷ്യരുണ്ട്. ആ കൂട്ടായ്മ വെച്ചിട്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊന്നും സമരം ചെയ്യുക, കോസിനെ ട്രീറ്റ് ചെയ്യാണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു കൗൺസിലിംഗ് സെൻറ്റർ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ മാത്രമേ അതുള്ളൂ. ഈ ഓരോ കാര്യങ്ങളിൽ പറ്റിയിട്ട് പോരുന്ന കുടുംബം, ആ സ്ത്രീകൾ, ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അമ്മ, ആ ഏറ്റവും അധികം സ്ത്രീകളാണ് ഏതൊരു നാച്ചുറൽ കലാമിറ്റിയിലും മാൻമെയ്ഡ് ഡിസാസ്റ്ററിലും ബുദ്ധിമുട്ടുന്നത്. ആ സ്ത്രീകളെ പക്ഷത്ത് മാത്രം രാഷ്ട്രീയത്തിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്ത്രീ ഒറ്റക്കെട്ടായി നിന്നാൽ, അതുപോലെ സ്ത്രീവിൻ്റെ മാത്രം ഞാൻ പറയുന്നില്ല, സ്ത്രീകളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണ എത്രയോ പുരുഷന്മാരെ കഴിവുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. കാരണം അതുകൊണ്ട് അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാണ്ടെയും അംഗീകരിക്കാണ്ടെയും പോയിക്കൂടാ. പുരുഷൻ സ്ത്രീ മാത്രം ഉണ്ടായതുകൊണ്ട് ഈ ലോകം ഒന്നും ആവില്ല. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യണു. ആ പുരുഷന്മാരെയും കൂട്ടി എന്തുകൊണ്ട് നമ്മൾ ഇതുപോലെ ചിന്തിക്കണവർക്ക് ഒരു മൂവ്മെൻറ്റ് വി ഹാവ് ടു മേക്ക് ഇറ്റ്. ആ കാലിക്കറ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇതുപോലുള്ള പോസിബിലിറ്റീസ് ഉള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ അത് വീണ്ടും ഞാൻ പറയും. ഞാൻ എന്തൊക്കെയാണ് എൻ്റെ പൈപ്പ് ലൈനിലുള്ള എൻ്റെ മാനിഫെസ്റ്റോയിലുണ്ട്. ഡെഫിനറ്റ്ലി ഐ ഷെയർ വിത്ത്. അല്ല, ഇത് കേരളം പോലെ ഒരു സ്ഥലത്ത് എങ്ങനെ അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. നോക്കൂ, ഇവിടെ UDF-നും LDF-നുമാണ് സാധ്യത. നോക്കൂ, ഡൽഹിയിൽ ഇപ്പോൾ വലിയൊരു മൂവ്മെൻ്റായി വന്നതാണ് ആം ആദ്മി പാർട്ടി. കേരളത്തിൽ വന്നൊരു യൂണിറ്റ് ഉണ്ടാക്കി എല്ലായിടത്തും പ്രവർത്തിച്ചു. ഒരു സാധ്യതയും ഇല്ലാതെ ഏതാണ്ട് ഒടുങ്ങിപ്പോയ അവസ്ഥയിലാണ് അതുള്ളത്. കേരളത്തിലെ ആളുകൾക്ക് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ടെന്ന്, കക്ഷി രാഷ്ട്രീയം തന്നെയുണ്ട്. അല്ലാതെ ഏതെങ്കിലും തരത്തുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് സഹായിക്കാൻ പറ്റുക. നിങ്ങൾ മാഡം പോലത്തെ എഴുത്തുകാരികളും ചിന്തിക്കണവരുമായ ആൾക്കാർക്ക് മീഡിയ, പ്രസ് സഹായിക്കുക. നിങ്ങൾ പത്രധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കണ്ടേ. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു മീഡിയ പബ്ലിസിറ്റിയും പ്രസ്സും പോരുത്. നമ്മളെ നാടിൻ്റെ ഡെവലപ്മെൻറ്റാണ് നമ്മളെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന് നിങ്ങൾ ശക്തി നൽകിയാൽ എന്നെ പോലെയുള്ള സ്ത്രീകൾ വരൂ. നാളെ എൻ്റെ ഇതേ ശബ്ദം കേട്ട് വേറെ പെൺകുട്ടികൾ വരൂ. എല്ലാ സമുദായത്തിൽപ്പെട്ടവരും വരൂ. മുസ്ലിം സമൂഹത്തിൽ നിന്ന് മലബാറിൽ ജനിച്ച് വളർന്ന എനിക്ക് ആ ഒരു പൊസിഷനിൽ പ്രൊഫഷണൽസ് ഇൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ശശി തരൂരിൻ്റെ ഒരു പരിപാടി ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അവിടെ എന്താണ് അവരെ തന്നെ പൊക്കി പറയുന്ന ഒരു കാര്യമാകട്ടെ, എത്ര പ്രൊഫഷണൽസ് ഇപ്പോൾ പൊളിറ്റിക്സിൽ വന്നു. വി ഹാവ് ടു മേക്ക് എ ചേഞ്ച് ഫോർ ദാറ്റ്. ആ ഒരു ചേഞ്ച് വരുത്താൻ നിങ്ങളെ പോലുള്ളവർ സഹായിച്ചാൽ തീർച്ചയായിട്ടും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും മതത്തിനും അതീതമായിട്ടുള്ള ഒരു സമൂഹത്തിനെ നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റൂ. അത് കോൺഫിഡൻസ് ആണ്. അത് നിങ്ങളും കൂടിയുള്ള കോൺഫിഡൻസ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഇത്ര ധൈര്യത്തിൽ ഞാൻ നിങ്ങളെ കൂടെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ ലോകം എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ ഓരോ മിനിറ്റിലും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മതി. അതാണ് ശ്രീമതി ഗീത ടീച്ചർ. നോക്കൂ, ഇവിടെ ഈ ഇങ്ങനെ പിന്തുണയ്ക്കപ്പെടേണ്ട
പ്രതീക്ഷാ നിർഭരമായ ഒരു മൂവ്മെൻറ്റായി ഇതിനെയൊക്കെ കാണുന്നുണ്ടോ? അപ്പം താങ്കളടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ ഒരു കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് നിലപാട് സ്വീകരിക്കുന്നവരാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് പിന്തുണ അർഹിക്കുന്ന ഒരു മുന്നേറ്റം, ഒരു സ്റ്റെപ്പായി ഇതിനെ എടുക്കുന്നുണ്ടോ? കേരളത്തിൻ്റെ ഒരു സാധ്യത എത്രത്തോളമാണ്? ഒന്ന് രണ്ട് കാര്യം അതിന് മുന്നേ ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. കാരണം ഡൽഹിയിൽ മാത്രമേ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു കൗൺസിലിംഗ് സെൻറ്റർ ഉള്ളൂ എന്നുള്ളത് നുസ്രത്ത് പറഞ്ഞത് ശരിയല്ല. കോഴിക്കോട് തന്നെ അന്വേഷി കൗൺസിലിംഗ് സെൻറ്റർ എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൗൺസിലിംഗ് സെൻ്ററാണ്. NGO ആണ്, രാഷ്ട്രീയ പാർട്ടിയുടെ സംഗതിയല്ല. എങ്കിൽ പോലും അത് ഒരുപാട് സ്ത്രീകൾക്ക് വലിയ തരത്തിലുള്ള ഒരു അഭയ കേന്ദ്രമായിട്ടുണ്ട്. അവർ ഷെൽട്ടർ ഹോം ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു പരസ്യം ഞാൻ പറയുന്നതല്ല. കാരണം നമ്മൾ ഇമ്മീഡിയറ്റ് അടുത്തുള്ളൊരു സംഗതി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നുസ്രത്ത് ജഹാൻ എന്നുള്ള ഒരു പ്രൊഫഷണലിൻ്റെ സവിശേഷമായിരിക്കുന്ന ഏതെങ്കിലും ലക്ഷ്യത്തെയോ ഉദ്ദേശത്തെയോ അല്ല ഞാനിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. മറിച്ച് അവരൊരു പബ്ലിക് സ്ഥലത്ത് വന്നിട്ട് പറയാണ്, ഇങ്ങനെ ഒരു മുന്നണിയിൽ ഞാൻ ഇങ്ങനെ ഒരു ഫാമിലിയിൽ പെടുന്നു, ഇങ്ങനെ ഞാൻ മലബാറിൽ ഇന്ന കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ്, ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ ഞാൻ ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ അനീതി അനുഭവിച്ചു, അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ റിയാക്ഷന് ഞാൻ തിരഞ്ഞെടുത്ത സന്ദർഭം ഇലക്ഷനാണ്. അത്രേ ഉള്ളൂ. അതിൽ പലതരത്തിലാണ് ഓരോരുത്തരും റിയാക്ട് ചെയ്യുക. ചിലർ ജോലിയിലേക്ക് പ്രവേശിക്കും, ചിലർ വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കും, ചിലർ നാട് വിട്ടിട്ടോ വീട് വിട്ടിട്ടോ ഇറങ്ങിപ്പോവും. ഇവർ തീരുമാനിക്കുന്നത് ഇലക്ഷനിൽ മത്സരിച്ചുകൊണ്ട് ഇതിനോട് റിയാക്ട് ചെയ്യാനാണ്. അത് പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് വലിയൊരു പ്രതലത്തിൻ്റെ സംഗതികളെ, അതായത് ഇപ്പം നേരത്തെ ഹരിപ്രിയ സംസാരിക്കുമ്പോഴും അതുപോലെ ജാനമ്മ ടീച്ചർ സംസാരിക്കുമ്പോഴും ഒക്കെ അവർ ചെയ്യുന്ന സ്ട്രഗിൾ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഉള്ളിൽ അവരനുഭവിക്കുന്ന സ്ട്രഗിളാണ് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. കാരണം ഒരു ഭാഗത്തുള്ള അച്ചടക്കത്തിൻ്റെ സംഗതികളെ പൊളിച്ചു കളയാതെ മറുഭാഗത്ത് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് അവർ നടക്കുന്ന ഒരു നൂൽപ്പാലത്തിലൂടെയുള്ള ഒരു നടപ്പുണ്ട്. ആ നടപ്പിൻ്റെ ക്ലേശം എന്ന് പറഞ്ഞാൽ വലിയ സ്ട്രഗിളാണ്. ആ ഒരു സ്ട്രഗിള് പബ്ലിക്കായിട്ട് ഒരു വാക്കിലും ഒരു പാർട്ടിയെയും അവർ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ആ സ്ട്രഗിള് ഈ ഓഡിയൻസിന് മുഴുവൻ അവർ ഷെയർ ചെയ്യാണ്. അവരുടെ ശരീരഭാഷയിലൂടെ, അവരുടെ വാക്കുകളിലൂടെ, അവരെ പരസ്പരമുള്ള അവരുടെ ഫൈറ്റിലൂടെയൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ആ സ്ട്രഗിളാണ്, ആ നൂൽപ്പാലത്തിലൂടെയുള്ള നടപ്പാണ്. അതുപോലെ തന്നെ പോസിറ്റീവാണ് ഈ പറയുന്ന നുസ്രത്ത് ജഹാന്റെ ഈ ഒരു മുമ്പ് നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളും തോന്നിയ പല സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും എഴുത്തുകാരായിട്ടുള്ള ആൾക്കാരും പല പുരോഗമന പ്രൊഫൈലുകളും ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തോടോ അല്ലെങ്കിൽ വലതുപക്ഷത്തോടോ ചേർന്ന് നിൽക്കുന്നത്, അതുവരെ സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് എല്ലാ കാര്യങ്ങളെയും വിമർശിച്ചിട്ടുള്ള വ്യക്തികൾ ഇലക്ഷൻ സമയത്ത് ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പൊതുബോധം ഉണ്ടായിരുന്നു. ഇലക്ഷൻ സമയത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ വിമത സ്വരങ്ങളോടോ ചേർന്ന് നിൽക്കാതെ ഈ സംഘടനാ സെറ്റപ്പുള്ള ഇവരോട് ചേർന്ന് നിന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീമതി ഗീതിരിച്ചത്. അതായത് വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരായ പലരും പലപ്പോഴും ഈ പറയുന്ന ലെഫ്റ്റിനെയും റൈറ്റിനെയും ഒക്കെ ഓഡിറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇലക്ഷൻ ആവുന്ന സമയത്ത് അഡമൻ്റായ ഒരു പിന്തുണ പ്രഖ്യാപിക്കൽ ഉണ്ടാവുകയാണ്. അവരിൽ എത്രത്തോളം പ്രതീക്ഷ വയ്ക്കാൻ കഴിയും? അവർ ചെയ്യുന്നത് ക്രിയാത്മകമായ ഇടപെടലാണോ അതോ ഈ പറയുന്ന അന്ധമായ രാഷ്ട്രീയ ആരാധന മാത്രമാണോ എന്നാണ്? നിങ്ങൾ സൂചിപ്പിച്ചതും ചോദിച്ചതും ഒക്കെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഉദാഹരണങ്ങൾ ഞാനതിനെ ഇവിടെ റെഫർ ചെയ്യുന്നില്ല. മറിച്ച് ഞാനതിനെ നിരീക്ഷിക്കുന്നത് വേറൊരു തരത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന തരത്തിലുള്ള ഒരു വോയിസിങ് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാനതിൽ പോസിറ്റീവായിട്ട് കാണുന്നത്. ആ വോയിസിങ് ആവട്ടെ നമ്മളെ ഒരു സൊസൈറ്റിയെ ബോധ്യപ്പെടുത്തുന്നത് പൂർണ്ണമായിരിക്കുന്ന വിധേയത്വത്തിൽ നിന്ന് സ്ത്രീകൾ എത്ര പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴും സ്വതന്ത്രരാവുന്നില്ല എന്നുള്ളത് കൂടിയാണ്. ഒരുപക്ഷെ അവർ വീട്ടിൽ നിന്നോ ഭർത്താവിൽ നിന്നോ സ്വതന്ത്രരായിരിക്കാം, പക്ഷെ അവർക്ക് ഏതെങ്കിലും പദവികളോ ഏതെങ്കിലും അംഗീകാരങ്ങളോ TADAയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവാർഡുകളോ ഒക്കെ കൊടുക്കുന്ന ചില അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് സ്വതന്ത്രരാവാൻ ആ സ്ത്രീകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പുരുഷന്മാരും ചെയ്യുന്ന അതേ സംഗതിയാണ്, അതേ സ്ട്രാറ്റജി തന്നെയാണ് സ്ത്രീകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ രണ്ട് തരത്തിലാണ് നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത്. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന വിഭാഗം, അവർ പവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ഈ വിഭാഗം ചെയ്യുന്ന അതേ പാറ്റേൺ എങ്ങനെ ഇതിൽ നിന്ന് വിമതമായിരിക്കുന്ന ഒരു പൊതുസമൂഹത്തിനും അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിമതമായിരിക്കുന്ന സ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ബദൽ ആയിട്ടുള്ള വ്യക്തികൾക്കും സ്വീകരിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഇവിടെ ഉണ്ട്. രണ്ടാമത്തൊന്ന്,
പാട്രിയാർക്കി, പുരുഷന്മാർ, പുരുഷ സമൂഹം, പുരുഷന്മാരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകർ, പുരുഷന്മാരായിരിക്കുന്ന എഴുത്തുകാർ, പുരുഷന്മാരായിരിക്കുന്ന കലാകാരന്മാർ ഒക്കെ ചെയ്യുന്ന അതേ പാറ്റേണിൽ തന്നെ റിയാക്ട് ചെയ്യുന്ന വളരെ വളരെ നഗ്നമായിട്ട് ഈ പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീവിരുദ്ധരായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യേണ്ടുന്ന സ്ത്രീകളായിരിക്കുന്ന, നമ്മൾ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളായിരിക്കില്ല, അവർ സാംസ്കാരിക പ്രവർത്തകകളായിരിക്കും, അവർ എഴുത്തുകാരികളായിരിക്കും. അതേ തരത്തിൽ ഇവർ ടൈംഡ് ആണ്. അപ്പോൾ എങ്ങനെയാണോ പവർ ഇല്ലാത്തവരെ പവർ ഉള്ളവർ ടൈം ചെയ്തെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാനത് കാണുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇവരിപ്പോൾ ചെയ്യുന്ന ഈ സ്ട്രഗിൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ഹരിപ്രിയയും ജാനമ്മ ടീച്ചറും ചെയ്യുന്ന ഈ സ്ട്രഗിൾ ഉണ്ടല്ലോ, അത്ര പോലും സ്ട്രഗിളിലൂടെ കടന്നു പോകാതെ അതിൻ്റെ അംഗീകാരങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നവരാണ് വാസ്തവത്തിൽ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള മറികടക്കലുകൾ സാധിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിമത സ്വരങ്ങളോടൊക്കെ മുഖം തിരിച്ച് നിന്നുകൊണ്ട് ഈ സംഘടനാ സെറ്റപ്പിലേക്ക് പോകുന്നില്ലെങ്കിലും പ്രായോഗിക വശത്തിന് എങ്ങനെ കാണുന്നു? അതിന് ആ പ്രായോഗിക വശത്തിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു ആത്മവിശ്വാസവും ആത്മബലവും ഒക്കെ കിട്ടണമെങ്കിൽ പ്രത്യേകിച്ച് UDF LDF പാറ്റേണിൽ ഉറച്ചു പോയിരിക്കുന്ന, ഭയങ്കരമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഉറച്ചു പോയിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് വാസ്തവത്തിൽ കേരളത്തിൻ്റെ സൊസൈറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ LDF UDF പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, LDF UDF പാറ്റേൺ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ പവർ എന്ന് തന്നെയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കുകയേ വേണ്ട. പ്രതിപക്ഷമായിരിക്കുമ്പോൾ UDF പവറിലില്ല നിങ്ങൾ വിചാരിക്കേണ്ട. പ്രതിപക്ഷത്തായിരിക്കുമ്പോഴാണ് UDFന് ഏറ്റവും പവറുള്ളത്, പ്രതിപക്ഷത്തായിരിക്കുമ്പോഴാണ് LDFന് ഏറ്റവും പവറുള്ളത്. കാരണം പ്രതിപക്ഷമാണ് അവർ വിചാരിച്ച കാര്യം ഒരു നാട്ടിൽ നടപ്പിലാക്കി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷം എന്നുള്ളത് സ്റ്റേറ്റ് തന്നെയാണ്, ഭരണകൂടം തന്നെയാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ പവറിന് വിധേയപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് സർവ്വ നഷ്ടങ്ങളും സഹിച്ചുകൊണ്ട് എനിക്ക് കിട്ടുന്ന പദവികളും എനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങളും എനിക്ക് കിട്ടുന്ന അവാർഡുകളും എനിക്ക് കിട്ടുന്ന പൈസയും എനിക്ക് കിട്ടുന്ന മറ്റു ജോലികളും ഒക്കെ നിരാകരിച്ചുകൊണ്ട് മനുഷ്യർക്ക് വരണമെങ്കിൽ ആ സ്ട്രഗിള് ജനറലൈസ് ചെയ്യപ്പെടണം, ആ സ്ട്രഗിൾ ഇങ്ങനെ വ്യാപിക്കണം. അത്തരമൊരു വ്യാപനത്തിൻ്റെ സാധ്യത ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട് കൂടുതലായിട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു ആശ്വാസവും കൂടിയാണ്. എന്തു തോന്നുന്നു കേരളത്തിലെ പൊതുവായ സ്ത്രീകളുടെ ഈ മത്സരരംഗത്തെ പ്രാതിനിധ്യത്തെക്കുറിച്ച്? ഈ എഴുത്തുകാർക്ക് വലിയ പങ്കുണ്ട്. ഒന്ന്, അമ്മ പാച്ചിയ പാൽ കുടിക്കാഞ്ഞാൽ അമ്മ കരയും. എന്തിനാണ് അമ്മ കരയുന്നത്? ഞാൻ അച്ഛനോളം വലുതാകണം, അതാണ് അമ്മയ്ക്കിഷ്ടം. ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന 33% സംവരണത്തിലൂടെയും 50% സംവരണം കിട്ടണം എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു പോകുന്നത്. പക്ഷെ ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പരമോന്നത സമിതിയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവായതുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് സംസാരിക്കുകയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ശബരിമല പ്രശ്നം വലിയൊരു പ്രശ്നമായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം ശബരിമല പ്രശ്നം തന്നെയായിരുന്നു എന്നുള്ളത്. പക്ഷെ അവിടുത്തെ ആ നിയമജ്ഞരുടെ ഇടയിൽ ശ്രീമതി മൽഹോത്ര എന്ന് പറയുന്ന പ്രഗത്ഭയായ ഒരു നിയമജ്ഞ ഉണ്ടായിരുന്നു. അവരുടെ വാക്കുകൾ എത്രമാത്രം നമ്മളെ ആളുകൾ ഉൾക്കൊണ്ട് ഇവിടെ അങ്ങനെയാണെങ്കിൽ ആ പരമോന്നത സമിതിയിലെ ആ വ്യക്തിത്വം പറഞ്ഞ വാക്കുകൾ എടുത്തെങ്കിൽ കേരളത്തിന് ഈ ഒരു അവസ്ഥ സംജാതമാവുമായിരുന്നോ? അതാണ് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ്. നിയമത്തിന്റെ സംവിധാനം അങ്ങനെയാണല്ലോ. അതിൽ മഹാഭൂരിപക്ഷമുള്ള ആളുകൾ പറയുന്ന നിയമപരമായ കമന്റുകൾ മാത്രം ഉൾപ്പെടുത്തി മാത്രമല്ല വിധി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകാൻ പോവുകയാണ്. ആ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെ പാലിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസും ഈ പറയുന്ന BJP അടക്കമുള്ളവർ. നിങ്ങളൊക്കെ ഇതിൽ പ്രചാരണ രംഗത്ത് സജീവമായി മുൻപന്തിയിൽ ഉണ്ടാവേണ്ടവരാണ്. അപ്പം സ്ത്രീകളെ ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ ശബരിമലയിൽ കയറ്റില്ല എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണോ ശബരിമല ഒരു വിഷയമാക്കാൻ പോകുന്നത്? ഒരിക്കലും അല്ല. ഈ ശബരിമല വിഷയത്തിൽ എൻ്റെ രാഷ്ട്രീയ സംഘടന എടുത്ത നിലപാട് സ്ത്രീകൾ കയറണ്ടോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി വിശ്വാസികളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. വിശ്വാസി സമൂഹത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അത് പറയാൻ ഒരു കാരണം കൂടെയുണ്ട്. വിശ്വാസികളോടൊപ്പം നിൽക്കും എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം ഇന്ത്യൻ ഭരണഘടന നമുക്ക് വിശ്വാസത്തിനോടൊപ്പം സഞ്ചരിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന രാജ്യത്തിനകത്ത് ഒരിക്കലും അല്ല. ആ ബെഞ്ചിന്റെ വിധിയെ ഞങ്ങൾ എതിർക്കുന്നത് എവിടെയാണ്? ഞങ്ങൾ നിയമത്തിലൂടെ തന്നെയാണ് എതിർക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കോടതിയിൽ പോയിരിക്കുന്നത്. നമുക്കതിന് ഒരുപാട് പറഞ്ഞല്ലോ. ഒറ്റ സിമ്പിളായ ചോദ്യം, സ്ത്രീകൾ അവിടെ കടക്കാൻ പാടുണ്ടോ ഇല്ലയോ? 50 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ കടക്കാൻ പാടുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ നിലപാടെന്താണ്? അല്ല, ഞങ്ങൾ അതിലെ നിലപാട് രാഷ്ട്രീയമായിട്ട് തന്നെ ഞങ്ങൾ പറഞ്ഞ നിലപാടുണ്ടല്ലോ. അത് പാടില്ല എന്നുള്ള നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ നിലപാട് എന്താണ്? ഞങ്ങൾ കോടതിയിൽ പോയിരിക്കുകയാണ്. കോടതി വിധി വരട്ടെ. ഒറ്റ കാര്യം നമുക്ക് അതിലേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം അടുത്ത കോടതി വിധി ഇപ്പൊ റിവ്യൂ കേൾക്കണോ വേണ്ടെന്ന് കോടതി തീരുമാനിക്കാൻ പോകണം. ഇപ്പം കോടതി വീണ്ടും പറയുകയാണ് ആ വിധിയിൽ ഉറച്ചു നിൽക്കുന്നു, അതാണ് വിധി എന്ന് പറഞ്ഞാൽ
നിങ്ങൾ അതിനെ തീർച്ചയായിട്ടും പിന്തുണയ്ക്കും. ആ കോടതി വിധി അംഗീകരിക്കും. എന്താ അപ്പൊ പിന്നെ സംശയം? വിശ്വാസികളോ? ആ സമയത്ത് വിശ്വാസികൾ അത് അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. കോടതി വിശ്വാസികൾ വിധി കോടതി അഡ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു, ഞങ്ങൾ നിയമത്തിന്റെ കൂടെ പോകുന്നു. പിന്നെ ഈ പറയുന്ന കോഡ് ഓഫ് കോണ്ടാക്ട് മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കോഡ് ഓഫ് കോണ്ടാക്ടിന് അകത്ത് നിന്ന് തന്നെ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ രാഷ്ട്രീയമായി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ശബരിമല ഇഷ്യൂ എന്ന് വെച്ചാൽ സ്ത്രീകളാണ്, സ്ത്രീകളുടെ സമത്വം തുല്യതയാണ് ഇതിൻ്റെ ആത്മാവായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ സ്പിരിറ്റ്, ഇതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ശബരിമല പ്രശ്നത്തിൽ സ്ത്രീകളുടെ അവകാശ പ്രശ്നമാണ്. ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇഷ്ടമുള്ളവർക്ക് പോകാം, ഇഷ്ടമുള്ളവർക്ക് പോകാതിരിക്കാം. ഞങ്ങൾ കേരളത്തിലെ മഹിളാ അസോസിയേഷന് 10-65 ലക്ഷമുണ്ട്. ഒരു 10 ലക്ഷം ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയർമാർ 10 ലക്ഷം കയറാൻ അങ്ങ് തീരുമാനിച്ചാൽ ഈ പറയുന്ന ഈ ഒരു ചിദ്രശക്തികളോട് ഉണ്ടാവില്ല, ഞങ്ങൾ കയറുക തന്നെ ചെയ്യും. പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അത് ഇഷ്ടമുള്ളവർക്ക് പോകാം, അത് അവരുടെ മൗലിക അവകാശമാണ്. ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി നടപ്പിലാക്കാൻ അത് ഇത്ര സമയം മാത്രമല്ല, ഗവൺമെൻറ് സെക്രട്ടറിയുടെ ഒരു കത്ത് അടിയന്തരമായിട്ട് നടപ്പിലാക്കണമെന്ന്. ഇതൊക്കെ എന്താ ആരും കാണാവും? നമ്മളൊക്കെ വിഷയം നന്നായിട്ട് ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു, ധർമ്മശാസ്ത്രത്തിൽ പാരംഗതരായിട്ടുള്ള അഴിമതിരഹിതരായിട്ടുള്ള ആളുകളുടെ ഒരു കമ്മീഷനെ വെക്കാൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ അത് പഠിക്കുകയാണ്, ധർമ്മശാസ്ത്രം പഠിക്കുകയാണ്. അതിനകത്ത് ശ്രീമതി ജാനമ്മ പറയുന്നത് അതിന്റെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത് സ്ത്രീ സമത്വമാണ്. പിന്നെ വെറുതെ വർത്താനം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ശബരിമലയ്ക്ക് പോകാൻ മാത്രമാണ് ഈ സ്ത്രീ സമത്വം ഉണ്ടായത്. 2 കുഞ്ഞുങ്ങളെ അരിഞ്ഞു തള്ളി. അവരും പ്രസവിച്ചത് അമ്മമാർ തന്നെയാണ്. 10 മാസം ചുമന്ന് പ്രസവിച്ച ആ 2 കുട്ടികളെ അരിഞ്ഞു തള്ളിയപ്പോൾ ഒരു സ്ത്രീയും ഇവിടെ ശബ്ദിച്ചില്ലല്ലോ. അവരും അമ്മമാർ പ്രസവിച്ച കുഞ്ഞുങ്ങൾ തന്നെയല്ലേ. കൊലപാതക രാഷ്ട്രീയമാണ് വിഷയം. അതിൻ്റെ ഒരു കണക്ക് ഞാൻ കൂടെ വെക്കണോ? 757 എണ്ണം, 757 കണക്ക് ഞാൻ മരിച്ചതന്നെയാണ്. അല്ല, KV സുധീഷ്, ഞങ്ങളിപ്പോ പുരോഗമന സാഹിത്യത്തിന് സ്റ്റേജ് അതാണ് ഒരു പ്രകോപനമില്ല, നിങ്ങളും ആളുകളെ കൊല്ലും. ഞങ്ങൾ കൊന്നല്ല, KV സുധീഷിനെ നമ്മളെ പ്രകോപനം ഇല്ലാന്ന് കൊല്ലൂല. നമ്മൾ കൊലയാളികളെ അല്ല, പക്ഷെ കൊലയാളികൾ ഞങ്ങളാന്ന് പറയാ. KV സുധീഷിനെ 36 കഷ്ണം വെട്ടിക്കൂട്ടി ഇറച്ചി വെട്ടിക്കൂട്ടുന്നത് പോലെ അങ്ങ് സുനിൽകുമാറിന്റെ കൈ എത്ര എണ്ണത്തിന് 757 ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ അതുകൊണ്ട് ഇത് ന്യായീകരിക്കല്ല. ഈ ഒരു വർത്തമാനം പെരിയയിലെ സംഭവം ഇതുവരെ സ്ത്രീ വിമൺ ഇഷ്യൂ വന്നപ്പോൾ പെരിയ സംഭവം എടുത്തുകൊണ്ട് വന്നത് അത് ഒന്നുകിൽ വിവരമില്ല, അതല്ലെങ്കിൽ വിഷയങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കാര്യം. പെരിയ കൊലക്കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ കൊലപാതകത്തിന്റെ രാഷ്ട്രീയം എടുക്കും. ഞാൻ വെൽ സ്റ്റഡീഡാണ്. അപ്പൊ ഈ KK രമയെ അധിക്ഷേപിക്കുന്നതോ അത് ചർച്ചയിലില്ലേ? KK രമ UDFന് സപ്പോർട്ട് പ്രഖ്യാപിച്ചപ്പോൾ രമയെ അധിക്ഷേപിച്ചുകൊണ്ട് എഴുത്തുകളും വായനകളും യോഗങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. KK രമയുടെ കാര്യം നിങ്ങൾ സ്ത്രീയല്ലേ? KK രമ ഇതിനകത്തുനിന്ന് വന്ന ഒരാളാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസുമായിട്ടുള്ള കോടതി വന്നു, കേസ് വന്നു. എവിടെ ആളെ കൊന്നു കഴിഞ്ഞാലും അപ്പം പിന്നെ നമ്മുടെ P ജയരാജന്റെ ദേഹത്തേക്കാണ് പോകുന്നത്. P ജയരാജന്റെ ഒരു കൈയില്ല, കൃത്രിമ കൈയുമായിട്ടാണ് അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ KK രമയെ അധിക്ഷേപിക്കരുതെന്നാണ് ഹരിപ്രിയ പറയുന്നത്. KK രമയെ വലിയ സൈബർ ബുള്ളിങ് ആക്ഷേപം നടക്കുന്നു. KK രമ പത്രസമ്മേളനം നടത്തി പറഞ്ഞെന്താ, അവിടെ ഒരു കൊലയാളി വന്നിരിക്കുന്നു. നിയോഗിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് രമ പറയുകയാണ്, അവിടെ ഒരു കൊലയാളി വന്നിരിക്കുന്നു. അതിന് അവർ ഷുക്കൂർ പിന്നെ അരിയ എന്തൊക്കെയോ ഞാൻ ആവശ്യമായിട്ട് ചരിത്രം പിന്നെ വിളമ്പും. കഴിയില്ല ജീവൻ കൊടുക്കാൻ. ഒരു കക്ഷി മാത്രമല്ല, ജീവൻ കൊടുക്കാൻ കഴിഞ്ഞോ? സ്ത്രീകൾ കൊലപാതകത്തെ ന്യായീകരിക്കരുത്. കൊലപാതകത്തെ ന്യായീകരിക്കാൻ പാടില്ല. മാഫിയ സംഘത്തിലും സ്ത്രീകൾക്ക് ഇടപെടാൻ പറ്റാത്തത് കൊണ്ടാണ് രാഷ്ട്രീയത്തിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തുന്നത്. അത് മനസ്സിലാക്കിയ എല്ലാ സ്ത്രീകളും നമുക്ക് അതിനുള്ള ശക്തിയില്ല, പഠിച്ചിട്ടില്ല. നമസ്കാരം. ഞാനൊരു 13 വർഷത്തോളമായി HIV ബാധിതരുടെ ഇടയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. സമൂഹത്തിൽ നിന്നും എപ്പോഴും മാറ്റി നിർത്തപ്പെട്ട ഒരു കൂട്ടമാണ് അവർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. HIV ബാധിതരെ അനുഭവിക്കുന്ന വിഷമതകളും പ്രയാസങ്ങളും ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണെന്ന നിലയിൽ എനിക്ക് മേഡത്തിനോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, മേഡം ഈ ഇലക്ഷനിൽ ജയിച്ചാൽ HIV ബാധിതരായ ഒരുപാട് സ്ത്രീകളുണ്ട് സമൂഹത്തിൽ. അതിൽ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, വിധവകളുണ്ട്. മേഡത്തിന് നേരിട്ട് അറിയാവുന്ന ആളുകളാണ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ HIV ബാധിതരായ വിധവകൾക്ക് വേണ്ടി മേഡം എന്ത് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ചോദ്യം. ആ വിധവകൾക്ക് വേണ്ടി നമ്മൾ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കും. ഗവൺമെൻറ് തന്നെ പദ്ധതി ഉണ്ടല്ലോ, അനീതക്ക് തന്നെ അറിയാം, എനിക്കറിയാം അനീതനെ ആ സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക്. അപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികൾ എന്തുകൊണ്ട് രാഷ്ട്രീയ പ്രതിനിധികൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നില്ല? നിങ്ങൾ പോയി ചോദിക്കുമ്പോൾ അതെങ്ങനെ നിഷേധിക്കപ്പെടുന്നു? അവിടെയാണ് നമ്മളെ പ്രാതിനിധ്യം.
ആ കിട്ടേണ്ടത് ഗവൺമെന്റ് അല്ല കുറ്റക്കാരി, നിങ്ങൾ എത്തിക്കേണ്ടവരാ. നമ്മളിപ്പോ സക്സസ്ഫുൾ ആയി അഡ്രസ് ചെയ്യുന്ന ഒരു പ്രശ്നമല്ലേ HIV ബാധിതരുടെ പ്രശ്നം? തീർച്ചയായിട്ടും പ്രശ്നമില്ല ഇവിടെ കേരളത്തിൽ. തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ കൂടുതൽ അനുഭവിക്കുന്നത് അമ്മയും കുഞ്ഞുങ്ങളുമാണ്. കാരണം ഭർത്താവ് HIV, ഞാൻ പഠിച്ചിട്ടുള്ള ഒരു 600ഓളം പേരെ പറ്റി ഞാനൊരു ഗവേഷണം തന്നെ നടത്തിയതിൽ ഞാൻ പഠിച്ചിട്ടുള്ളതിൽ 75% സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. കാരണം ഭർത്താവ് നഷ്ടപ്പെടുമ്പോഴാണ് ഇവർ HIV ബാധിതരാണെന്ന് അറിയുന്നത്. അപ്പോൾ ഇവരെ കുടുംബവും സമൂഹവും ഉപേക്ഷിക്കുക. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഗവൺമെൻറ് സർക്കാരിന് കൊടുക്കുന്ന 450 രൂപയെങ്കിലും ഓരോ മാസം മരുന്ന് വാങ്ങാനുള്ള അവരെ അക്കൗണ്ടിൽ എത്തിക്കണം. കൊല്ലത്തിൽ 2 പ്രാവശ്യം 1 പ്രാവശ്യമാണ് ആ എമൗണ്ട് വരെ അവർക്ക് കിട്ടുന്നത്. അവിടെയാണ് ഞങ്ങളെ പോലുള്ള സന്നദ്ധ സംഘടനകളിൽ അടക്കം വലിയ ഇടപെടൽ നടത്തും എന്നതാണ്. തീർച്ചയായിട്ടും. നോക്കൂ, അധികാരത്തിലെത്തുമ്പോൾ സ്ത്രീകൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളെ കുറിച്ചല്ല സത്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ വാചാലരാവേണ്ടത്. മറിച്ച് അധികാരത്തിലെത്താൻ എത്രത്തോളം സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നു എന്നതാണ് പുതിയ കാലത്ത് മുന്നോട്ട് വെക്കേണ്ട രാഷ്ട്രീയം. അതിനുതകം വിധമുള്ള ഇടപെടൽ രാഷ്ട്രീയ നേതാക്കളിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും വേണം. ഏതായാലും കേരള സമിറ്റ് ഇന്ന് പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.